വിദ്യാർത്ഥി സമരം വിജയത്തിന് തൊട്ടരികിലെത്തിയെന്ന് CJP സ്ഥാപനായ അഭിജിത് ദീപ്കെ. CJP ഭാരവാഹികളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ രണ്ടാംഘട്ട ചർച്ചയിൽ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന CJP ആവശ്യത്തിൽ നാളെ വൈകിട്ട് 3 മണിക്ക് മുൻപായി മറുപടി നൽകാമെന്നാണ് കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയെ അറിയിച്ചിരിക്കുന്നത്. മറുപടി നൽകുന്നത് നീണ്ടുപോയാൽ രാജ്യവ്യാപകമായി സമരം ശക്തമാക്കുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നറിയിപ്പ്. രണ്ടാം വട്ട ചർച്ചയിലും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു CJPയും വിദ്യാർത്ഥികളും. എന്നാൽ രണ്ടാം വട്ട ചർച്ച ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടത്തണമെന്ന ആവശ്യത്തിന് മുൻപിൽ 2 ദിവസം കാത്തിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന ചർച്ച 2 മണിക്കൂറാണ് നീണ്ടു നിന്നത്. CJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൗരവ് ദാസും അശുതോഷ് റാങ്കയും ചർച്ചയിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജിതേന്ദ്ര സിംഗും JP നഡ്ഡയുമായിരുന്നു ഇവിടെ എത്തിയ മന്ത്രിമാർ. ചർച്ചയിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. വിദ്യാർത്ഥികൾക്കെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ കേസുകൾ എടുക്കരുത്. ഈ 2 ആവശ്യങ്ങളും അംഗീകരിച്ചതായി കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ രേഖാമൂലം അറിയിച്ചു. हमने बहुत साफ शब्दों में सरकार को बता दिया कि धर्मेंद्र प्रधान का इस्तीफा नॉन नेगोशिएबल है. कॉम्पनसेशन एंड FIRs का विड्रॉल और सॉवरेन गारंटी के ऐसा फ्यूचर में भी FIRs फाइल ना हो, उस पे सरकार ने पॉजिटिव साइन दिखाया. सरकार ने बोला कि इन प्रिंसिपल हम लोग मान रहे हैं आपकी ये 2 डिमांड्स. ഇനിയും ചർച്ചയെന്ന് പറഞ്ഞ് വലിച്ചു നീട്ടാനാകില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് അഭിജിത് ദീപ്കെ. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായില്ല എങ്കിൽ രാജ്യവ്യാപക സമരത്തിനൊരുങ്ങുമെന്നും അഭിജിത് ദീപ്കെ മുന്നറിയിപ്പ് നൽകി. जो देश भर में युवा सड़कों पर उतरे हैं ना, वो आपका इस्तीफा मांगना शुरू कर देंगे. फिर अगर धर्मेंद्र प्रधान का इस्तीफा नहीं होता है तो कहीं ना कहीं नरेंद्र मोदी जी की कुर्सी पर भी सवाल उठेगा. फिर നാളെ നടക്കുന്ന ചർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനവും മന്ത്രിമാർ CJP വക്താക്കളെ അറിയിക്കും. മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് CJPയുടെ തീരുമാനം. അതേസമയം പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്നു രാഹുൽ ഗാന്ധി. कि ये जो हमारे फ्यूचर पे गोली चलाए हैं, लाठी मारे हैं, उन पर कार्रवाई होनी चाहिए. वो ऐसे जैसे हजारों युवाओं से माफी मांगे. കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും ജന്തർ മന്ദറിലേക്ക് വരികയാണ്. നെറ്റ് ബന്ദ് ചെയ്തോ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനുകൾ അടച്ചോ സമരത്തെ പൊളിക്കാൻ കഴിയില്ല എന്നാണ് CJPയും പറയുന്നത്. അതേസമയം ഇന്ന് രാത്രി പോലീസിന്റെ നടപടി തങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്ന ആശങ്കയും ചില ഡൽഹി പോലീസ് വൃത്തങ്ങൾ നൽകിയ സൂചന പ്രകാരം CJPക്കുണ്ട്. ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.